ബിനോയ് വിശ്വം എല്ലാവരെയും പിന്തുടരുകയാണ്. പ്രത്യേകിച്ച് CPM-നെ തന്നെ നോട്ടമിട്ടുകൊണ്ടുള്ള അമ്പുകളാണ് എയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് നേതാക്കന്മാർക്ക് ജയ പാടാനല്ല. നമ്മൾക്കറിയാം ആരാണ് ജയ പാടുന്നത് എന്ന്. CPI-ല് അത്തരത്തിലുള്ള ജയ വിളിയില്ല. CPM-ൽ മാത്രമാണ് അതുള്ളത്. അതും ഒരാൾക്ക് വേണ്ടി മാത്രം. അത് ആർക്കാണെന്നുള്ളതും നമുക്ക് കൃത്യമായി അറിയാം. അങ്ങനെയാണല്ലോ ആ പേര് തന്നെ കാരണഭൂതൻ. വിശേഷണവും നിരവധി വിശേഷണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട്, അല്ലേ? പണ്ട് കൊട്ടാരത്തിലെ കവികള്, ആസ്ഥാന കവികള് രാജാക്കന്മാരെ വാഴ്ത്തുമായിരുന്നു. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. രാജാവിന്റെ മുഖം ഇനിയും വസൂരിക്കല പിടിച്ചതാണെങ്കിൽ പോലും രാജാവിന്റെ മുഖത്ത് നോക്കി, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നു എന്നേ പറയുകയുള്ളൂ. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീണ ജോർജ് തന്നെ എന്താണ് പറഞ്ഞത്? ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, ഇത് ആടി ഉലയില്ല സാർ എന്നല്ലേ പറഞ്ഞത്. ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് ബിനോയ് വിശ്വം MA ബേബിക്കെതിരെ അതിരൂക്ഷമായി വിമർശനം ചെയ്യുന്നുണ്ട്. ബിനോയ് വിശ്വം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. CPI എന്ന് പറയുന്ന പാർട്ടി CPM അല്ല. ശരിയാണത്, അത് ഏവർക്കും അറിയാവുന്നതുമാണ്. രണ്ടും അത് പിളർപ്പിലൂടെ വന്ന കാര്യമാണ്. രണ്ടും വ്യത്യസ്തരാണ്. പ്രത്യേകമായി നിന്നിട്ടുമുണ്ട്. പക്ഷെ CPI-യുടെ ഒരു പ്രത്യയശാസ്ത്ര രീതി, അവരതനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. CPM ആണെങ്കിൽ സമ്പന്നതയുടെ നെറുകയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. സമ്പന്നരുമായിട്ടുള്ള കൂട്ടുകെട്ടും സമ്പന്നതയിൽ കുളിച്ചു നിൽക്കുകയാണ്. തൃശ്ശൂരിലെ ലുലു മാളിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു പാർട്ടിയാണ് എന്ന് യൂസഫ് അലി പറഞ്ഞത് CPI-യെ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ്. CPI-യിലുള്ളവരൊക്കെ പരിസ്ഥിതി പ്രവർത്തകരാണ്. അവർ പാരിസ്ഥിതിക കാര്യങ്ങൾ നോക്കും. CPI-യിലെ ഒരു പ്രമുഖനായ നേതാവായിരുന്നു KV സുരേന്ദ്രനാഥ്. വലിയ പരിസ്ഥിതി പ്രവർത്തകനാണ്. കൃഷിമന്ത്രി തന്നെ P പ്രസാദ്, അദ്ദേഹം പരിസ്ഥിതി പ്രസാദ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. CPI-യുടെ ഒരു ലാളിത്യം, ആർഭാടമില്ലായ്മ, ഇതൊക്കെ അവരുടെ ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം പറഞ്ഞത് CPI CPM അല്ല എന്ന്. CPM എത്രയോ കൊല്ലങ്ങളായിട്ട് സമ്പന്നതയുടെ നെറുകയിൽ നിൽക്കുന്നു, എല്ലാ തരത്തിലുള്ള ആർഭാടവും അനുഭവിക്കുന്നു. സഖാക്കന്മാർ സഞ്ചരിക്കുന്നത് ഏത് തരത്തിലാണെന്നറിയാം, അവർ വസിക്കുന്നത് ഏത് തരത്തിലാണെന്നറിയാം. അവർ സുഖലോലുപതയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരാണ്. CPI എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും ജനങ്ങളുമായിട്ട് ഇടപഴകി കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വം ആവർത്തിച്ച് പറഞ്ഞത് CPI CPM അല്ല. മറ്റൊരു വിമർശനം ഉയർത്തിവിട്ടത് തൃശ്ശൂരിൽ ദേശാഭിമാനി പത്രത്തിന്റെ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ MA ബേബി തൃശ്ശൂരിലെ എല്ലാരെ കുറിച്ചും പറഞ്ഞു. തൃശ്ശൂരിലെ വടക്കുന്നാഥനെ കുറിച്ചും പാറമേക്കാവ് ഭഗവതിയെ കുറിച്ചും EMS-നെ കുറിച്ചും തൃശ്ശൂരിലെ പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്ന ആളിനെ കുറിച്ചും ഒക്കെ പ്രകീർത്തിച്ച് സംസാരിച്ചു. വാദോരാതെ 40 മിനിറ്റ്. അച്യുതമേനോനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മയിൽ വരുന്നത് ചില കാര്യങ്ങളുണ്ട്. കുറെ പേരുകൾ വരുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു പേരാണ് C അച്യുതമേനോൻ, ചേലാട്ട് അച്യുതമേനോൻ. അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ദീർഘകാലം. CPI-യിൽ നിന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. C അച്യുതമേനോനും PK വാസുദേവൻ നായരും ഒക്കെ. C അച്യുതമേനോൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും അദ്ദേഹം KSRTC ബസ്സിലാണ് തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്തത്.
CPM-കാരെ പോലെ ഇന്നോവയുടെ നെഞ്ചിലൊന്നുമല്ല അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് പിന്നെ CPI-യുടെ ആ ഒരു എളിമ വ്യക്തമാക്കിക്കൊണ്ടാണ് ബിനോയ് വിശ്വം കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അച്യുതമേനോനെ വിസ്മരിക്കുക, അച്യുതമേനോനെ വിസ്മരിച്ചുകൊണ്ടൊരു തൃശ്ശൂരുണ്ടോ? ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് ബിനോയ് വിശ്വം നേരെ ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സമ്മേളന നേതാക്കൾക്ക് ജയ പാടാനല്ല. CPI-യുടെ ജില്ലാ സമ്മേളനമൊക്കെ പൂർത്തിയായി, ഇനി ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം വരികയാണ്. ആ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ബിനോയ് വിശ്വം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. കാരണം CPM-ന്റെ ചവിട്ടടിയിൽ നിൽക്കുകയാണ് ഇപ്പോഴും CPI. പാർട്ടിക്ക് വളർച്ച ഉണ്ടാകുന്നില്ല. LDF ഭരണത്തിൽ ഉണ്ടെങ്കിലും ഭരണം പിണറായി ഭരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. LDF-ന്റെ ഭരണം എന്നുള്ളത് അവിടെ മറച്ചു വച്ചിരിക്കുകയാണ്. CPI-യുടെ മന്ത്രിമാരെ പോലും നേരെ ചൊവ്വേ ഭരിക്കാൻ അനുവദിക്കുന്നില്ല. അവർ കൈയാളുന്ന പ്രധാന വകുപ്പായ ഭക്ഷ്യവകുപ്പിൽ പോലും സപ്ലൈകോയിൽ നിരവധി കാലം സാധനങ്ങളില്ലാതെ കിടന്നു. ഇതൊക്കെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. CPM-ന്റെ പല തീരുമാനങ്ങൾക്കും CPI വഴങ്ങിക്കൊടുക്കുന്നു. ഇത്തരത്തിൽ ശക്തമായ അതിനിശ്ചിതമായ വിമർശനം ജില്ലാ സമ്മേളനങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സമ്മേളനങ്ങളിൽ അതിരൂക്ഷമായി ഉയർന്നു. കാരണം CPI-ക്ക് വളർച്ചയില്ലാതെ വരികയാണ്, താഴോട്ടാണ് വളർന്നു പോകുന്നത്. പാർട്ടി CPM ഒന്ന് ആലോചിക്കണം, RSS-ന് 100 വർഷമാകും, CPI-ക്ക് 100 വർഷമാകും. രണ്ടും എവിടെ നിൽക്കുന്നു? ഒരു കാലത്ത് രാജ്യത്ത് ഇടതുപക്ഷ ശക്തി എന്ന് പറയുന്നത് രാജ്യം UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. അവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇപ്പൊ CPI ആയാലും CPM ആയാലും ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. 43 പേർ വരെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 43 എന്ന് പറയുന്ന ആ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം ആലോചിക്കണം. അങ്ങനെയുള്ള പാർട്ടി ഇത്തരത്തിലായി തീർന്നിരിക്കുകയാണ്. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ലല്ലോ. പക്ഷേ സ്തുതി പാടലിന് യാതൊരു കുറവുമില്ല. CPM-ൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപൂജ പാടില്ല, വ്യക്തിപൂജ ഇല്ല എന്നൊക്കെ. VS അച്യുതാനന്ദനെ അനുകൂലിച്ച് ജനങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ അസഹിഷ്ണുത പൂണ്ട് നിന്നിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. CPM-ന്റെ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടതാണ്. VS-ന് പ്രസംഗത്തിന് മുമ്പും പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞും സദസ്സിൽ നിന്ന് നിർത്താതെ ജയ് വിളിയുടെ ആരവം. പിണറായി പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട് പോലും അത് നിർത്തുന്നില്ല. അരിശം പൂണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതിവിടം ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ VS-നെ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ VS-ന് പിന്നിൽ അണിനിരക്കുന്നത് അസഹിഷ്ണുതയോടുകൂടിയാണ് പിണറായി വിജയൻ കണ്ടിരുന്നത്. ആ പാർട്ടിയാണ് ഇപ്പോൾ പിണറായി വിജയനെ പുകഴ്ത്തി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. സർക്കാർ ജീവനക്കാർ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഓണാഘോഷത്തിൽ മുഖ്യനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എല്ലായിടങ്ങളിലും. പക്ഷെ CPI അക്കാര്യത്തില് വളരെ പിറകിൽ തന്നെ, പിറകിൽ നല്ല, അവർക്ക് അങ്ങനെ അത്തരത്തിലുള്ള വ്യക്തിപൂജ ഇല്ല. CPI-യില് വമ്പന്മാരുണ്ട്. അച്യുതമേനോനെയും PK വാസുദേവൻ നായരെയും ഇപ്പോഴും പുകഴ്ത്തണം. അതിൻ്റെ ഒന്നും അടുക്കൽ വരില്ലല്ലോ പിണറായി വിജയൻ. അപ്പോൾ ബിനോയ് വിശ്വം ഇപ്പോഴെടുക്കുന്ന ആ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് തുടർന്ന് LDF മുന്നണിയിൽ എടുത്താൽ അവർക്ക് വളർച്ചയുണ്ടാകും, ഇല്ലെങ്കിൽ CPI ഇല്ലാതാകും.